പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാണെന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ പൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞടിഞ്ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കൾ ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ,
അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവിൻ്റെ ആശ്രയം. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന 2 മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. ഇപ്പോൾ ഇസ്രയേലുമായി യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രയേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരെന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രയേലിലെ പെൺകുട്ടി, അവള് അവിടെ ചെന്നിട്ട് അവരുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇതിന് പൈസയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകണില്ലേ. ഇവളങ്ങനെയല്ല. അവൾ എപ്പോഴും ഓർത്തേക്കാം നമ്മൾ. കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവൾ പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായാലും ഒരു പ്രവാചകനുമുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനെ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അത് വിശ്വസിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പോൾ പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണെന്നൊരു കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻറ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻറ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമാൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്ത കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്. അയാൾ വസ്ത്രം വലിച്ചു കയറി ദേഷ്യം കൊണ്ട്. അപ്പോൾ എലീഷ കേട്ടിട്ട് നീ എന്ത് വസ്ത്രം കയറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്തുകൾ അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്ത്, അവരുടെ വസ്ത്രം കയറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെയ്ത്. എലീഷ പറഞ്ഞു, അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പറഞ്ഞു, എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ
ഇതെല്ലാം കണ്ണീര് പോലെ കിടക്കണ ജലമാണ്. അവിടെ കുളിക്കണ വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു, ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം, എനിക്ക് ഫാർ നദി നല്ലതല്ലേ, അല്ലെ അപ്പോന അവിടെ പോയി കുളിച്ചാൽ മതിയല്ലേ. അപ്പോൾ കുതിരക്കാർ, അവിടെയും രസമുണ്ട്. കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാർ ഇവനെ കൗൺസിൽ ചെയ്യും, നാമാന സൈന്യാധിപനാണെന്ന് പറഞ്ഞ കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും, യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിന് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ, ഇത് നിസ്സാര കാര്യമല്ലേ, ചെയ്താൽ പോരെ. അപ്പം അയാൾക്ക് ബോധം വന്ന ഇവരുടെ കൗൺസിലിങ്, കുതിരക്കാരുടെ കൗൺസിലിങ് ഭയങ്കര രസമാണ്. എന്നാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ കുഞ്ഞിൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ മാറിയത്. അപ്പം നമ്മളെന്ത് വിഷയം വെച്ചാൽ എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത് സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യരെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത് കാര്യം. ആ സ്ത്രീൻ്റെ പരിചാരികയും നാമാൻ്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായത്. ദൈവവേദലെ നിൻ്റെ അവസ്ഥ ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. എൻ്റെ പേര് അജിന, എൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നുമാണ്. ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് 2023 എൻ്റെ ഹസ്ബൻഡാണ് എടുക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല. എൻ്റെ ഹസ്ബൻഡ് 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടിയിലിരിക്കവേ ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഒരു റിലേറ്റീവ്, അതായത് ഈ ചേട്ടൻ, പേര് ഷാജി, ആ ചേട്ടൻ RCCയിലാണ്. ആ ചേട്ടന് ബ്ലഡ് വേണ്ടി വരും. അതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടിയിലാണ്, ഇങ്ങനെ അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതാണ്, ഞങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നത് കൊണ്ട് ഞങ്ങളിൽ ഉടമ്പടി വസ്തുവായ ഉപ്പും തൈലവും ഉണ്ട്, ഞങ്ങൾ അത് കൊണ്ടുവന്ന് തരാം. അത് സർജറിക്ക് മുന്നേ ആ ചേട്ടനെ അവിടെ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ചേട്ടന് പുനലൂർ ഹോസ്പിറ്റൽ, അവർ അഞ്ചലാണ് താമസിക്കുന്നത്. പുനലൂർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നാക്കിൽ ചെറിയ തടുപ്പുണ്ടായിരുന്നു. ആ തടുപ്പ് ബയോപ്സിക്ക് വിട്ടപ്പോൾ അത് നാക്കിൽ ക്യാൻസറാണെന്ന് പറയുകയും അത് തിരുവനന്തപുരം RCCയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്ത് അവിടെ വെച്ച് ഡോക്ടർമാർ പറഞ്ഞത് താടിയെല്ലും എടുക്കണം, നാക്കും എടുത്ത് മാറ്റണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സർജറിക്ക് ബ്ലഡ് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ ചേട്ടൻ്റെ സർജറിയുടെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഉടമ്പടി വസ്തുവായ ഉപ്പ് കൊണ്ടുചെന്ന് ഈ ചേട്ടൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ചേച്ചി നന്നായി പ്രാർത്ഥിക്കണം, ഞങ്ങളും നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചേച്ചി ഈ ഉപ്പ് സർജറിക്ക് മുന്നേ ചേട്ടൻ്റെ നാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചേച്ചി തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ്റെ നാവിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ആ സർജറി ഡോക്ടേഴ്സ് സർജറി റൂമിൽ കയറ്റിയതിന് ശേഷം പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ആ തടുപ്പ് മാത്രം കുറച്ച് എടുത്ത് ബയോപ്സിക്ക് വിട്ടതിന് ശേഷം മാത്രം താടിയെല്ലും നാക്കും എടുക്കാം എന്ന് ആദ്യമേ പറഞ്ഞത്. താടിയെല്ലും ഈ
നാക്കും എടുക്കണമെന്നാണ്. പക്ഷേ ആ തിയേറ്ററിൽ കയറിയതിന് ശേഷം ഡോക്ടേഴ്സ് പറയാണ് ഒരിക്കൽ കൂടി നമുക്ക് ബയോപ്സിക്ക് അയക്കാം, അത് കഴിഞ്ഞ് മതി താടിയെല്ലും ഈ നാവും എടുക്കുന്നതെന്ന്. അതിൻ്റെ ഫലമായിട്ട് ആ മുകളിൽ നിന്ന് ദശ മൊത്തവും സർജറി ചെയ്ത് മാറ്റി അത് ബയോപ്സിക്ക് വിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസർ ഇല്ല. താടിയെല്ലും എടുത്തില്ല, നാക്കും എടുത്തില്ല. ചേട്ടൻ ഇപ്പം നല്ല പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാക്ഷ്യം. അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല, ഞങ്ങൾ ഉടമ്പടിയിൽ ഇരിക്കവേ നേർച്ച വസ്തു കൊടുത്തതാണ്. പിന്നെ ആ ഉടമ്പടി പൂർത്തിയായി പുതുക്കാനായിട്ട് ഞങ്ങൾ വന്നു. പുതുക്കാന്നതിന് തൊട്ട് മുന്നേ എൻ്റെ ഹസ്ബൻഡിന് വയറിന് ഭയങ്കര അസ്വസ്ഥത. അത് ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കാണിച്ച്, പിന്നെ മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊളനോസ്കോപ്പി ചെയ്യണമെന്ന്. കൊളനോസ്കോപ്പിക്ക് പോകുന്നതിന് തൊട്ട് മുന്നായി ഉടമ്പടി വസ്തുവായ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ച് കൊളനോസ്കോപ്പിക്ക് കയറി. ബയോപ്സിക്ക് 4 ബോട്ടിലിൽ അവിടെ നിന്ന് തന്നായിരുന്നു. അത് അവിടെ ബയോപ്സിക്ക് കൊടുക്കാവുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് യാതൊന്നും വരില്ല, ഞങ്ങൾ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരത്തില്ല, അത് നെഗറ്റീവ് ആയിരിക്കുമെന്ന് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് തന്നെയായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് ആ വയറുവേദന ചിലപ്പോൾ ഫാറ്റി ലിവർ ഉള്ളത് കൊണ്ടായിരിക്കാം. ഫാറ്റി ലിവറിന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ലിവറിൽ ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഫൈബ്രോ സ്കാനിന് പോയി. അതിലും പ്രശ്നമൊന്നുമില്ല, മരുന്നിൽ അത് തീർന്നു. അത് കഴിഞ്ഞ് എൻ്റെ വായിൽ ഒരു ചുവന്ന പാട് വരികയും അത് കൂടുതൽ കളർ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ 3 മാസം വരെ വെയിറ്റ് ചെയ്യും, അതിന് ശേഷം നമുക്ക് ബയോപ്സി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വരികയും ഇവിടുത്തെ മിനോറ വിളക്കുന്ന തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എന്നും ഉപ്പും ഈ തൈലവും തേക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസത്തിന് മുന്നേ തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്ത്. പിന്നെ വേറൊരു സാക്ഷ്യമെന്ന് പറയാൻ, ഈ വർഷം ജനുവരി 18-ാം തീയതി, അതായത് ഒരുപാട് 14 വർഷം കൊണ്ട് ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾക്ക് 10 സെൻറ്റും തൊട്ടടുത്ത വീട്ടുകാർക്ക് 9 സെൻറ്റും ആയിരുന്നു. ഈ 9 സെൻറ്റുള്ള അവർ പറയുന്നു അവർക്ക് 10 സെൻറ്റ് വേണമെന്ന്. അതിങ്ങനെ അമ്മയും അവരൊക്കെ ആയിട്ട് തർക്കങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഇപ്പോൾ കോടതി വിധി വന്നത്. ഞങ്ങൾക്ക് 10 സെൻറ്റ് വിധി വന്നു, പക്ഷേ അത് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അളക്കുമ്പോൾ ഞങ്ങൾക്ക് 10 സെൻറ്റ് അളക്കുന്നത് തൊട്ടപ്പുറത്തെ പുരയിടത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ പോയാൽ ആ തൊട്ടപ്പുറത്തെ പുരയിടക്കാരുടെ വീടിൻ്റെ ചുവര് വരെ ഇടിക്കേണ്ടി വരും. അത് അവർ സമ്മതിക്കുകയില്ല. ഈ അഡ്ജസ്റ്റ് ചെയ്ത് അളന്ന് അവർക്ക് കൊടുത്താൽ ഈ കേസ് തീരുകയും പിന്നെ ഞങ്ങൾ മറ്റുള്ള ആ പുരയിടക്കാരുമായിട്ട് വീണ്ടും കേസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ഈ ചേട്ടൻ്റെ രോഗസൗഖ്യത്തിന് ശേഷം എൻ്റെ വീട്ടിലെ എല്ലാവരും ഉടമ്പടിയിലാണ്. എൻ്റെ റിലേറ്റീവ് കുറേ പേര് ഉടമ്പടിയിലാണ്, അമ്മയിൽ വിശ്വസിച്ച് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ പേരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സത്യം മാത്രമേ വിജയിക്കാവൂ. അമ്മയോട് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോടതിയിൽ നിന്നും 2 പ്രാവശ്യം പോലീസും അവിടുത്തെ ഉദ്യോഗസ്ഥരും വന്ന് അളന്ന സമയത്തും അത് നടക്കാതെ പോയി. 3ാമത് വന്നപ്പോൾ അവർ കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടുകയും അന്ന് ജനുവരി 18-ാം തീയതി അളവ് നടത്തും, അവർ മതിൽ കെട്ടി തിരിക്കുമെന്നും പറഞ്ഞ്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് 18-ന് മുന്നേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ഞങ്ങൾ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും ആ ഉദ്യോഗസ്ഥനോട് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം പുരയിടത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എൻ്റെ നിന്ന് ആ ഡോക്യുമെൻ്റ് എല്ലാം മേടിച്ച് പരിശോധിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ മോള് ആ കോടതിയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം, പിന്നെ നിങ്ങളും ഒരു സർവേരെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ്
എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് എല്ലാം എന്നെ പഠിപ്പിച്ചു വിട്ട്. 18-ാം തീയതി വരുമെന്ന് പറയുന്നതിൻ്റെ തലേന്ന് ഒരു സർവേരെ ഞങ്ങൾ വിളിക്കുകയും ആ ചേട്ടൻ വരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ രാവിലെ വിളിക്കുമ്പോൾ ആ ചേട്ടൻ വരാൻ പറ്റില്ല, വൈഫിന് എന്തോ സുഖമില്ലാതെ ഇവിടെ ആലപ്പുഴ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു ഉച്ചയ്ക്ക് മുന്നേ എത്തുന്നത് പ്രയാസമാണ്, മോള് വേറെ ആരെങ്കിലും വിളിയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഉടമ്പടിയിലുള്ളത് കൊണ്ട് മാതാവ് സത്യത്തിൻ്റെ ദൈവമായതുകൊണ്ടും മാതാവ് നമ്മളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ശക്തമായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ ചേട്ടൻ്റെ കൂടെയാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് എല്ലാം ആ ചേട്ടന് മാത്രമേ അറിയാവൂ. ആ മറ്റുള്ള ഉദ്യോഗസ്ഥർ കോടതിയിൽ നിന്ന് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അത് ആ ചേട്ടന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് വിശദീകരിച്ച് കൊടുക്കാനും പറ്റൂ. ഞാൻ ആകെ വിഷമിച്ച് മാതാവിനോട് ഞങ്ങളെല്ലാവരും കൂടി ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. ആലപ്പുഴയല്ല, ഇനി ഏത് ലോകത്താണെങ്കിൽ പോലും ഈ സമയത്ത് മാതാവ് ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം കൈവിടാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കോടതിയിൽ നിന്നും 10:30 ആയപ്പോൾ അവർ ഇറങ്ങി. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനെയും കൂട്ടി വരാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആ ചേട്ടൻ ഇവിടെ എത്തുന്നത് വരെ അവരിവിടെ എത്തരുത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സമയത്തിൻ്റെ മാതാവ് ആ ചേട്ടൻ ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ തിരുവനന്തപുരം വരെ എത്തുന്നത് വരെ ആ പോലീസുകാർക്ക് തിരക്കും അതൊക്കെ ആയതുകൊണ്ട് വന്നില്ല. അവർ 1:30 കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പുരയുടെ അളക്കാനായിട്ട് എത്തിയ സമയത്ത് ഈ ചേട്ടൻ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, അത് ഞങ്ങൾക്കറിയില്ല, ആദ്യം ഒരു അരമണിക്കൂർ, അതായത് ഇവിടെ നിന്ന് കൊട്ടാരക്കര വരെ എത്തിയെന്നറിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താൻ എന്തായാലും സാധിക്കൂല. സമയചുരുക്കത്തിൻ്റെ മാതാവ് അവർ അളവ് തുടങ്ങുന്നതിൻ്റെ സമയത്ത് തന്നെയാണ്. ഒരിക്കലും അരമണിക്കൂർ കൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വർക്കല വരെ എത്താൻ സാധ്യതയില്ല. ആ ചേട്ടൻ എങ്ങനെയെന്നറിയില്ല അവിടെ എത്തുകയും ഞാൻ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥർ, പക്ഷേ 2 പ്രാവശ്യം അളവിന് വന്ന ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനല്ല അന്ന് വന്നത്, സർവേർ അത് തന്നെയായിരുന്നു. സർവേരും ഈ വക്കീലും എല്ലാവരും കൂടി അവർക്ക്, അതായത് നമ്മളെ എതിർഭാഗത്തിനായിരുന്നു അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ്. കോടതി ഞങ്ങൾക്ക് 10 സെൻറ്റ് തന്നിട്ടും പക്ഷേ ഈ വക്കീലും ഈ സർവേരും, അതായത് കോടതിയിൽ നിന്ന് വരുന്ന സർവേരും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചത് സത്യം മാത്രം ജയിക്കണം, ആരായിരുന്നാലും സത്യം മാത്രമേ ജയിക്കാവൂ. അമ്മ സത്യത്തിൻ്റെ കൂടെ നിൽക്കാവൂ. പക്ഷേ അമ്മ സത്യത്തിൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ പറയുന്നതും ആ സർവേർ പറയുന്നതും, അതായത് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന സർവേർ പറയുന്നതും ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനെല്ലാം മനസ്സിലായി. അവർ കള്ളം പറഞ്ഞതാണെന്നും അവർ ഇതിൽ നിന്നും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് 10 സെൻറ്റ് തികയ്ക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവർക്ക് അപ്പുറത്തെ പുരയിടത്തോട്ടിലോട്ട് കയറി അളക്കുന്നതെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അതങ്ങനെ പറ്റൂല, ഞാൻ പറയുന്നത് പോലെ അളന്നാൽ മതി. ഇപ്പുറത്തെ പുരയിടത്തിൽ ആദ്യം ഫസ്റ്റ് അളക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അളന്നു തരിക, അത് കഴിഞ്ഞ് മറ്റുള്ള അവർക്ക് അളന്നു കൊടുക്കുക. പക്ഷേ അത് അവർ സമ്മതിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെ പറ്റൂല, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന്. പിന്നെ ആ കോടതിയിൽ നിന്ന് വന്ന ആ സർവേർക്ക് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് 10 സെൻറ്റ് മറ്റുള്ള പുരയിടത്തിൽ കയറാതെ ഞങ്ങൾക്ക് ശരിയായി കൃത്യമായി അളന്ന് തന്നു. അത് കോടതിയിൽ ഇനി അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി അവർ അടുത്ത കേസിന് പോയാലും ഒരു കോടതിയിലും അത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അത് ഒരു കോടതിയിൽ പോയാലും ഇനി അത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന്, പിന്നെ എനിക്ക് അതായത് ഈ കോടതിയിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ഈ സർവേരും വക്കീലും ഒക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയ ചുരുക്കത്തിനുള്ളിൽ
ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എനിക്ക് എല്ലാം പറഞ്ഞു തരികയും ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്, അതായത് ഞാനും എൻ്റെ കുടുംബവും ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ പണ്ട് കണ്ടിട്ട് പോലുമില്ല. അത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അതൊന്നും പറഞ്ഞ് എന്നെ പഠിപ്പിച്ച്, അതും അയാൾ എന്നെ കണ്ടിട്ട് കൂടിയില്ല, ഇങ്ങനെ പഠിപ്പിച്ച് എന്നെ ഇങ്ങനെ വിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുമല്ല, എനിക്കും ഞാൻ ഉപ്പ് കഴിച്ചതിന് ശേഷം പറഞ്ഞു, മാതാവേ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം കൃത്യമായി ആ ഉദ്യോഗസ്ഥൻ എന്നെ പഠിപ്പിച്ച് വിട്ടതുപോലെ എല്ലാം കറക്റ്റായിട്ട് പറയാനുള്ള അനുഗ്രഹം നീ തരണേ. ഞാനല്ല സംസാരിക്കുന്നത്, മാതാവായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. അതുപോലെ മാതാവ് തന്നെയാണ് സംസാരിച്ചതും അത് ആ കോടതിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന് മനസ്സിലാവുകയും അതെല്ലാം ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു. ഇവിടെ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. അതുപോലെ ഞാനൊരു ദിവസം, എല്ലാവരും പറയും മഴവില്ല് കണ്ടു, മുല്ലപ്പൂവിൻ്റെ വാസന ഉണ്ടായി എന്നൊക്കെ. അങ്ങനെ ഞാനും ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്ന് ജനലിനരികിലിരുന്ന് ആകാശത്ത് നോക്കി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു പച്ചയും ചുവപ്പും നിറം ബ്ലിങ്ക് ചെയ്ത് വന്നിട്ട് വലിയൊരു മഴവില്ലായിട്ട് വന്നു. അതൊരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കാണിച്ചു. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റി, സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് മാത്രം പറ്റുന്നില്ല എന്ന് എൻ്റെ ഹസ്ബൻഡിന് ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച് നോക്ക്, അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞു, എല്ലാവർക്കും കാണിച്ചു മാതാവേ, എനിക്കും ഒന്ന് മാതാവിൻ്റെ സാന്നിധ്യം കാണണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് മൊബൈൽ ഫോണിൽ ഒരിക്കലും മാതാവിൻ്റെ ഈശോയുടെ ഫോട്ടോയൊന്നും സ്റ്റാറ്റസ് ഇട്ടിട്ടേ ഇല്ല. പുള്ളി സ്വന്തം ഫോട്ടോ മാത്രമാണ് മാറി മാറി ഇടുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ കൃപാസനത്തിലെ കാര്യം അവരുടെ കോളേജിലെ സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ മാതാവിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ പറഞ്ഞ് എന്നെ അപ്പോഴത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെത് അല്ല, സോറി, നിങ്ങളുടെ ഫോട്ടോ. അയ്യോ അല്ല, എനിക്ക് കാണുന്നത് മാതാവിൻ്റെതാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം നീ നോക്ക്. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ഫോട്ടോ തന്നെയാണെന്ന്. അപ്പോൾ അവർ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വീണ്ടും അവരുടെ ഫോട്ടോ. അങ്ങനെ ഒരു സാന്നിധ്യം എൻ്റെ ഹസ്ബൻഡിനുണ്ടായി. പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും പൈസ ഇട്ട് പാവപ്പെട്ട രോഗികളായ ആൾക്കാർക്ക് ഞങ്ങൾ സഹായിക്കാറുണ്ട്. പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഹോസ്പിറ്റലും വഴിയോരങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാ ഹോസ്പിറ്റൽ, വീടുകൾ, അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആറ്റിങ്ങൽ കരുണാലയത്തിൽ പോയി ഞങ്ങളവിടെ വയസ്സായ അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവിടുത്തെ ചേച്ചിമാരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഈ ആദ്യമൊക്കെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അങ്ങനെ വലുതായി പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ചേട്ടൻ്റെ രോഗസൗഖ്യത്തോടു കൂടി ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുണ്ട്. പിന്നെ എനിക്ക് കൊന്ത ഒരു ചേച്ചിയുടെ നിന്ന് ഞങ്ങളത് പഠിച്ച് ഞങ്ങളിപ്പോൾ എല്ലാവരും കൊന്ത ചൊല്ലും. എല്ലാ ദിവസവും ബൈബിള് വായിക്കും. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ. ഹസ്ബൻഡും കൊന്ത ചൊല്ലും, ബൈബിള് വായിക്കും. എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. ഉൽപ്പത്തി 28:15 വചനമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഓരോരുത്തരെയും കണ്ണുനീരോടെ കൈവിടില്ല എന്നുള്ളൊരമ്മയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വാസം മാത്രമാണ് അമ്മയ്ക്ക് ആവശ്യം. വിശ്വാസത്തിൽ കൂടുതൽ വിശ്വസ്തതയാണ്. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ മക്കളിൽ പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം വചനം പറയുന്നത്. ഈ മക്കൾ പ്രാർത്ഥിച്ചതെല്ലാം വിശ്വാസത്തോടെ വിശ്വസ്തയോടെയാണ്. അതുകൊണ്ടാണ് ഓരോന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അമ്മ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. റോമാക്കാർക്ക് ഇതേ ലേഖനത്തിൽ 10-ാം വചനം പറയുന്ന പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന മക്കളുടെ കൂടെ, ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ കൂടെ എപ്പോഴും ഈശോയും അമ്മ മാതാവുമുണ്ട്.
നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ അമ്മ നമ്മെ സംരക്ഷിക്കും, നമ്മെ കാത്തു പരിപാലിക്കും. നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. കൃപാസനം ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന നാം ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുകയാണ്. ഒരിക്കലും നാം ഒറ്റയ്ക്കല്ല, ദൈവമുണ്ട് കൂടെ. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ഈ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രകാശിനും അജീനയ്ക്കും ഈ സഹോദരനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ തിരുകുമാരനും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് എമിൻ ഗിബ്സൺ, ഇതെൻ്റെ ഹസ്ബൻഡ് ഗിബ്സൺ. എൻ്റെ 2 മക്കൾ ആഷ്ലിൻ ആൻഡ് സാമുവൽ. ഞങ്ങൾ ഒല്ലൂർ ഇടവകാംഗമാണ്. 2019 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. സ്വാഭാവികമായി എനിക്ക് ഈശോ തന്ന ദാനമായിരുന്നു. എന്നാൽ എന്നും അസുഖമുള്ളതിനാൽ രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. പക്ഷേ പിന്നീട് അവൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വളരെ വിഷമത്തിലായി. ഒരു അനിയനോ അനിയത്തിയോ വേണമെന്നുള്ള വാശി അവൾക്ക് ആരംഭിച്ചു. ഒറ്റപ്പെട്ടൊരു രീതിയിലേക്കൊക്കെ പോയപ്പോൾ ഞാനും എൻ്റെ മനസ്സുകൊണ്ട് രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നൊരു സമയമായിരുന്നു. സ്വാഭാവികമായി ആദ്യത്തെ കുഞ്ഞുണ്ടായതിനാൽ ചികിത്സയൊന്നും വേണ്ട എന്നായിരുന്നു ധാരണ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിൽ നിന്നൊക്കെ അപ്പുറത്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടാൻ വളരെയധികം വൈകി. ചികിത്സിച്ചു, ഒരുപാട് ഡോക്ടർമാരെ മാറ്റി കാണിച്ചു, മരുന്നുകൾ കഴിച്ചു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമെങ്കിലും എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല. IVF ആണ് ഡോക്ടർ അവസാനം പറഞ്ഞ ഒരു പോംവഴി. പക്ഷേ അത് ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. ആഗ്രഹമുണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു സ്വരം കേൾക്കാമായിരുന്നു. നീ എത്ര ചികിത്സിച്ചാലും, ഏത് ഡോക്ടറെ കാണിച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും നിനക്ക് കുഞ്ഞിനെ നൽകുന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാതെ, ഡോക്ടറെ കാണിക്കാതെ നിനക്ക് കുഞ്ഞിനെ തരാൻ ദൈവത്തിന് കഴിയില്ലേ? ഈ ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ മുറുകെ പിടിച്ചു. ഞാൻ അതോടുകൂടി എല്ലാ ചികിത്സയും മരുന്നും അവസാനിപ്പിച്ചു. അതൊരു മാർച്ച് മാസമായിരുന്നു. ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. ഏപ്രിൽ മാസത്തിൽ കുട്ടികളുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിലേക്ക് പോയപ്പോൾ എൻ്റെ കോവർക്കറായ സിസ്റ്റർ രശ്മിയാണ് കൃപാസനം പത്രം ആദ്യമായി എന്നെ പരിചയപ്പെടുത്തിയത്. സിസ്റ്റർ ഈ പത്രം കൊണ്ടെന്ന് എന്നോട് ഇത്രയാണ് പറഞ്ഞത്: എമിൻ, കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. കൃപാസനം എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു തെറ്റിദ്ധാരണ വന്നു. ഞാൻ ഇത്രയും മാത്രം ചോദിച്ചു, സിസ്റ്റർ ഇത് നമ്മുടെ മാതാവും ഈശോയുമാണോ അവിടെയുള്ളത്? എനിക്ക് മറ്റൊരു വിധത്തിലേക്കും പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഏത് വിശ്വാസത്തിലാണോ വളർന്നത് അവിടെയുള്ളത് നിൻ്റെ മാതാവും ആ ഉണ്ണീശോയുമാണ്. പേപ്പർ കിട്ടി, വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് എൻ്റെ വിഷമം കണ്ട എൻ്റെ ഹസ്ബൻഡ് കുടുംബത്തോടു കൂടി, ഡാഡി ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങൾ വണ്ടി പിടിച്ച് ഇവിടെ എത്തി. ഉടമ്പടി എന്താണെന്നോ അത് എങ്ങനെ നിറവേറ്റണമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് വരുന്നത്. മാതാവേ, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുമെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഉറച്ചൊരു ബോധ്യം എനിക്ക് ഈശോ തരുന്നുണ്ട്. പക്ഷേ ഈ ഉടമ്പടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി പത്രം കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ 6 നിയോഗങ്ങളും എഴുതി വെച്ചു. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, എന്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞങ്ങളെ ഒരു കാരണവശാലും പിരിക്കരുത്. അങ്ങനെ വീട്ടിൽ പോയി ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ വായന, അതുപോലെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ പങ്കെടുത്തു. കൃത്യമായി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഞാൻ വിശുദ്ധിയോടുകൂടി ഉപയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രാർത്ഥിച്ച് അറിയാതെ ഉച്ച 11 മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ തനിയെ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. ഞാനപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ കിടക്കുന്ന റൂമിൽ മുഴുവൻ കൊടുങ്കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു തരം കാറ്റ്. അതുമാത്രമല്ല, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പതുക്കെ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചുരിദാറിൻ്റെ അടിഭാഗം, പാൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു നീല പാൻറ്റ് പെട്ടെന്ന് പാസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആരോ എന്നെ ശക്തിയായിട്ട് എന്നെ വിളിച്ചുണർത്തിയതായിട്ട് തോന്നിയിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. കണ്ണ് തുറന്നപ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളൊരു, എന്തോ വലുതെന്തോ വരുന്നുണ്ടെന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വേഗം ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. താഴെ
ഞാൻ മുകളിലത്തെ നിലയിലാണ് കഴിഞ്ഞിരുന്നത്. താഴെ ആരോ സംസാരിക്കുന്നുണ്ട്. എനിക്കത് ആരാണെന്ന് അറിയണം. ഞാൻ പതുക്കെ ഏന്തി വരിഞ്ഞ്, അവരെന്നെ കാണാനും പാടില്ല, പക്ഷെ എനിക്ക് അവരെ കാണും വേണം. ഞാൻ പതുക്കെ നോക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ നീല പാൻറ്, അതാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും താഴെയുള്ള അനിയൻ്റെ ഭാര്യയായിരുന്നു. ഞാനപ്പോൾ തന്നെ എനിക്ക് ഇതെന്തൊരു അത്ഭുതം, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. ഞാൻ വേഗം വന്ന് ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ ജെറമിയ 31 ഈ അധ്യായമാണ് എനിക്ക് കിട്ടിയത്. അതിൽ പറയുന്നുണ്ട്, നീ സുഖമായി എഴുന്നേറ്റു, നന്നായി ഉറങ്ങി. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അപ്പോൾ സംഭവിച്ച കാര്യം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഉറങ്ങായിരുന്നു, അത് സുഖമായിട്ട് ഉറങ്ങി, സുഖമായിട്ട് എഴുന്നേറ്റു. പിന്നത്തെ സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു, നിനക്ക് സന്താനപുഷ്ടി ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 കാര്യവും അതുപോലെ നടന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പാൻറ്റും ഞാൻ കണ്ടു. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളൊരു ബോധ്യം, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ചിന്ത, അതൊരു വല്ലാത്തൊരു വിശ്വാസമായിരുന്നു. എങ്കിലും ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. കാരണം ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലുള്ളവർ വിശ്വസിക്കില്ലല്ലോ. ഞാൻ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വീട്ടിലൊരു ടെസ്റ്റ് നടത്തി. പക്ഷേ ടെസ്റ്റ് നടത്തുമ്പോൾ എനിക്കറിയാം ഇത് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ണിയുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഉടമ്പടി എടുക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുത്തത്. അത് വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയെങ്കിലും ഇവിടെ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ്. എൻ്റെ സാക്ഷ്യമൊന്നുമല്ല എന്ന് എനിക്ക് തോന്നിയൊരു നിമിഷം. അപ്പോൾ അവിടെ പുറത്തിരുന്നൊരു ബ്രദർ എന്നോട് ചോദിച്ചു എന്താണ് സംഭവമെന്ന്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോള് പോയിക്കോ, ഉണ്ണിയേയുമായിട്ട് വന്നാൽ മതി, ഉണ്ണിയായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന്. കുറച്ച് വിഷമത്തിലാണെങ്കിലും ഞാൻ ശരിയാണെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ആൾ പെട്ടെന്നൊന്ന് വീണു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആളെ ബാത്റൂമിൽ നിന്ന് വലിച്ച് റൂമിലേക്ക് എത്തിച്ചു. പിന്നെ അനിയന്മാരെയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാൻ ചെയ്ത് ഈ സ്ക്രീൻ എൻ്റെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ എന്തായാലും ഈ കൊച്ചിനെ നിനക്ക് കിട്ടില്ല, കാരണം യൂട്രസിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് ആണ്, ഒരു തരത്തിലും മോള് വീടെത്തില്ല, അപ്പോൾ ഇന്നിവിടെ അഡ്മിറ്റ് ആവണം. എനിക്കാണെങ്കിൽ ആ സമയത്ത് ചുറ്റും നിറയെ ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, പക്ഷേ ആ സമയത്ത് എനിക്ക് ആരുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ക് ബൾജായിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയി ചെയ്യാം. അപ്പോൾ ആൾ പറഞ്ഞത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ബാത്റൂമിലേക്ക് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പാടില്ല, 2 കാലും ഉയർത്തി വെച്ച് കിടക്കണം. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ ഒരു ലങ്സ് കംപ്ലൈൻ്റുള്ള ആളായിരുന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും അമ്മയ്ക്ക് എന്നോട് സഹകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ 3-ാമത്തെ ദിവസം അപ്പോഴൊക്കെ ഞാൻ വെഞ്ചരിച്ച ഇവിടുന്ന് തന്ന എല്ലാ വെഞ്ചരിച്ച വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നു. ഇത് ഞാൻ വീട്ടിലേക്ക് ആദ്യം വരുന്നത് ഞായറാഴ്ചയാണ്, പിന്നത്തെ ശനിയാഴ്ചയാണ് 2ാമത്തെ സ്കാനിങ്. അത് സ്കാൻ ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, യൂട്രസിലുണ്ടായിരുന്ന എല്ലാ ബ്ലീഡിങ്ങും ക്ലീൻ ആയോ എന്നറിയാനുള്ള ഒരു സ്കാനിങ് ആണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ആദ്യം കുറച്ച് വിഷമം ഉണ്ടായെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ കോണി കയറി ഇറങ്ങിയതിനൊന്നും കയ്യും കണക്കില്ല. അന്നത്തെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിന് പോവാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് പൂർണ്ണമായി പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ സ്കാനിങ്ങിന് പോയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് സ്കാൻ ചെയ്യാൻ. പക്ഷേ എൻ്റെ മുഖം കണ്ടതും ആ ഡോക്ടർ എന്നെ വേഗം വിളിച്ചു. എന്തായി, മുഴുവനായിട്ട് പോയോ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കുന്ന ഓരോ മിനിറ്റിലും ഡോക്ടറുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ആ ഡോക്ടർ വീണ്ടും ആ സ്ക്രീൻ അന്ന് ചെയ്ത പോലെ തന്നെ എൻ്റെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിട്ട് എന്നെ അത്ഭുതത്തോടെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എവിടെയാണ് പോയത്, എവിടെ പോയിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ചേച്ചി അന്ന് വന്നപ്പോൾ യൂട്രസ് കംപ്ലീറ്റ് ബ്ലീഡിങ് ആയിരുന്നു. അതിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ചേച്ചിയുടെ യൂട്രസിലില്ല. അതുമാത്രമല്ല, ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ണിയെയാണ് ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി വാങ്ങിയ ഉണ്ണിയാണ്, നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ആദ്യം ചെയ്തത്, ഞാൻ ഉടമ്പടി പത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊരു മദർ ഹോസ്പിറ്റലാണ്, മുസ്ലിം ഏരിയയാണ് അവിടെ കൂടുതൽ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയും മറ്റുണ്ടായിരുന്നു മറ്റേ മതസ്ഥർക്ക് ഇത് കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ വാതിൽ മുട്ടി അവർ തുറക്കുമ്പോഴും പർദ്ദയിട്ട സ്ത്രീകളാണ് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് പത്രം വാങ്ങിച്ചത്.
അവിടുന്ന് 2 മാസമായപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ആഗ്രഹം വന്നു. മറ്റൊന്നുമല്ല, എനിക്ക് ഉണ്ണിക്കൊരു പേരിടണം, നല്ല അർത്ഥമുള്ള, ബൈബിളിൽ നിന്ന് തന്നെ ഒരു പേര് വേണം. ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണല്ലോ, അപ്പം അങ്ങനത്തെ ഒരു പേര് വേണം. ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം കേട്ടാലും ആ സാക്ഷ്യം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ അതിൽ ഇതേപോലെ തന്നെ ഒരു അമ്മയ്ക്കൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനിട്ടിരിക്കുന്ന പേര് സാമുവൽ എന്നാണ്. ഇതാണ് എൻ്റെ മോൻ സാമുവൽ ഗിബ്സൺ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ 2 മാസമുള്ളപ്പോൾ തന്നെ ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു സാമുവൽ ഗിബ്സൺ. ആദ്യമൊക്കെ മറ്റുള്ളവരത് പൊട്ടത്തരമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ വയറിൻ്റെ ഉള്ളിലൊരു മകനാണെന്ന്. പക്ഷേ അധികം താമസിക്കാതെ 3 മാസത്തെ ഉടമ്പടി കഴിഞ്ഞു. പിന്നെ മെല്ലെ മെല്ലെ പ്രതികൂല അവസ്ഥകളൊക്കെ വന്നപ്പോൾ ഞാൻ മാതാവിനെ വിട്ടു, ഉടമ്പടി വിട്ടു, എല്ലാം വിട്ടു. പിന്നെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഭവനത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചില പ്രത്യേക തടസ്സങ്ങൾ കാരണം നമുക്ക് വീട് മാറി പോകാൻ പറ്റുന്നില്ല. ആ ആഗ്രഹവും മാതാവ് സാധിച്ചെന്നു. ഭവനം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നത്. ഒന്നൊരു ഭയവും, ഒന്ന് ഒരു ആഗ്രഹവുമായിരുന്നു. അത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രമേ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നല്ല, നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിൽ തുറന്ന് ആര് കയറി വരുമ്പോഴും ആദ്യം കാണേണ്ടത് ഈശോയും കൃപാസന മാതാവിനെയും ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം. 2ാമത്തത് എൻ്റെ അയൽപ്പക്കം, നല്ലൊരു അയൽപ്പക്കത്തെ തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും മാതാവ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള തെളിവായിട്ട് ഞങ്ങളിത് പണികഴിപ്പിച്ച വീടല്ല, വേറൊരു വ്യക്തി പണികഴിപ്പിച്ച വീടാണ് ഞങ്ങൾ വാങ്ങിയത്. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആദ്യം കാണുന്നത് മാതാവിനെയും ഈശോയെയുമാണ്. അതുപോലെ ഈ പള്ളിയുമായി നന്നായി ഇടപഴകി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്ന നല്ലൊരു അയൽവക്കക്കാരെയാണ് എനിക്ക് ഈശോ മാതാവ് നൽകിയത്. ഉടമ്പടി ആദ്യത്തെ ഉഴപ്പി അതിൽ നിന്നൊക്കെ മറന്നുപോയെങ്കിലും ഞാനും എൻ്റെ മകനും കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അപകടമുണ്ടാവുകയും റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. സ്കൂട്ടറായിരുന്നു, പക്ഷേ വണ്ടി ഓപ്പോസിറ്റ് പോയിരുന്നെങ്കിൽ കൂടുതൽ അപകടമുണ്ടായേനെ. ഞാൻ നേരെ തിരിച്ച്, ആരോ പറയുകയാണ് നീ തിരിക്കി മതിലിൻ്റെ അവിടേക്ക് തിരിച്ചോ എന്ന്. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഓർക്കുന്നത് ചുറ്റും ആളുകളാണ്, ഞാൻ കിടക്കുന്നത് നടു റോട്ടിലാണ്, എപ്പോഴും വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. പക്ഷെ ഒരു വണ്ടി പോലും ആ സമയത്ത് വന്നില്ല. അതുമാത്രമല്ല, ഒരു പോറൽ പോലുമില്ല. ഞാൻ ഇതിന് മുൻപും ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, കിടക്കയിലേക്ക് കിടത്തുന്നത് പോലെയാണ് അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കിടത്തിയതെന്ന്. അതേ അനുഭവമാണ് എനിക്കും എൻ്റെ മകനുണ്ടായി. ഇന്നലെ വരെ അവൻ അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു, കട്ടിലിൽ ഇങ്ങനെ കിടക്കല്ലേ ആർന്നേ അമ്മയെന്ന്. അതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ വീണ്ടും 2026 ജനുവരിയിൽ 14-ാം തീയതി വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. പുതുക്കൊന്നും ചെയ്തില്ല, കാരണം അതെല്ലാം ഫ്ലോപ്പായെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഫ്ലോപ്പായെങ്കിൽ 2ാമത്തെ എനിക്ക് ഈശോയും മാതാവും ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെയ്യണമെന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഞാനത് പലവട്ടം ചെയ്താലും ഞാൻ ഇങ്ങനെ നോക്കും, ഈശോ ആഗ്രഹിച്ച പോലെ ആയോ എന്ന്. ഞാൻ എൻ്റെ 2 ഡിസ്കും ബൾജാണ്. എനിക്ക് ഏറ്റവും സങ്കടം, കിടക്കുന്ന സമയത്ത് എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല, മലർന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിങ്ങനെ തണ്ടലിങ്ങനെ വിട്ടു പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. മറ്റേതൊക്കെ സഹിക്കാം. അത് ജനുവരി 30-ാം തീയതി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും മലർന്ന് കിടന്നപ്പോൾ എനിക്ക് ആ വേദനയില്ല. എഴുന്നേറ്റ് നടക്കുമ്പോഴൊക്കെ വേദനയുണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണോ വിഷമിച്ചിരുന്നത് ആ വേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഞാൻ എല്ലാ ദിവസവും രാത്രി നിവർന്ന് കിടന്നാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. പിന്നെ വെച്ചിരുന്നത് എൻ്റെ മകൻ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എല്ലാം പ്രതികൂലമായ അവസ്ഥകളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്ന ചിന്തകളെല്ലാം പൈശാചികമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ്റെ പെരുമാറ്റം, ഇവനെ ഒരിക്കലും എന്നെ അകന്ന് നിൽക്കില്ല. എൻ്റെ ഹസ്ബൻഡ് കൂടിയുണ്ടെങ്കിലും ഞാനില്ലാതെ അവൻ ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ എൻ്റെ മകനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം എൻ്റെ മകനുണ്ട്. ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ എഴുതി വെച്ചത് എൻ്റെ 2 മക്കൾക്കും ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഇവൻ്റെ സ്കൂൾ പൂട്ടി മാർച്ച് 10-ാം തീയതി മുതൽ 3 ദിവസം ഞാൻ പറയാതെ തന്നെ, മുന്നേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷെ അവൻ അന്നൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ പറയാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവൻ 3 ദിവസം എന്നെ അന്വേഷിക്കാതെ വളരെ സന്തോഷപൂർവ്വം അവിടെ അവൻ്റെ അമ്മാമ്മേരുടെ കൂടെ കഴിയുകയുണ്ടായി. പിന്നെ വെച്ച ഒരു കാര്യം, എൻ്റെ അനിയൻ്റെ, ഞാൻ പറഞ്ഞ നീല പാൻറ്റുകാരിയായിട്ട് ഞാൻ അത്ര രസത്തിലല്ലായിരുന്നു.
ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ ഭൂകമ്പങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. പരസ്പരം കാണാനോ വർത്തമാനം പറയാനോ ശരിക്കും ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അകൽച്ച, ഒരുപാട് വർഷത്തെ അകൽച്ച. അത് മാറ്റണമെന്നാണ് ഞാൻ അടുത്തതായിട്ട് വെച്ചിരുന്നത്. ദൈവാനുഗ്രഹത്താൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവസ്നേഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവിക്കാനും ഞങ്ങളുടെ കുടുംബം ഒന്നാവുകയും ചെയ്തു. ഇത്രയും നൽകിയ ദൈവമാതാവിന് തിരുകുമാരനും 1000 നന്ദി. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ജനുവരി മാസത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒരു കെട്ട് പേപ്പറാണ് കൊണ്ടുപോയത്. പക്ഷെ രണ്ടാമത് വന്നപ്പോൾ എന്നോടൊരാൾ പറയുന്നുണ്ട്, നിനക്ക് ഇത് ചെയ്യാൻ വളരെ മടിയാണ്, സത്യമാണ്, എനിക്ക് നാണക്കേടൊക്കെ തോന്നും എങ്ങനെ ഈ പത്രം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന്. പക്ഷെ അച്ഛനോട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ അണുവിട പോവാതെ ശ്രദ്ധിച്ച് എനിക്ക് അതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു പൈശാചികത എന്നിലുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ 4 കെട്ട് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ ശരിക്കും ഇറങ്ങേണ്ട ഒരു സ്റ്റോപ്പ് മുൻപ് ഞാൻ ഇറങ്ങി വഴിയിൽ നടന്ന് ഞാൻ ആ കടകളിലും പുറത്ത് കണ്ട ആളുകൾക്കൊക്കെ ഈ മാതാവിനെ കൊടുത്തു. അതുമാത്രമല്ല, അപ്പോഴും ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായില്ല. എനിക്ക് 2 പത്രം കളഞ്ഞു കിട്ടി. ആ 2 പത്രവും ഞാനെടുത്ത് ഞാൻ ഈശോയോട് നന്നായി പ്രാർത്ഥിച്ചു. അതായത് ഈശോ എങ്ങനെയാണോ ഈ പത്രം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ കൊടുക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, അതുപോലെ കൊടുക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് തന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളും കുമ്പസാരിക്കും. ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് മുൻപും എനിക്ക് കുമ്പസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോയിലേക്ക് അടുക്കാൻ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോ എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന്. അപ്പോൾ പണ്ടെങ്ങാണ്ടും കടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എന്നെ ഈശോ ഓർമ്മിപ്പിക്കുകയും എനിക്കത് കുമ്പസാരിച്ച് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരാനും എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകാനും വൃദ്ധസദനങ്ങളിൽ പോകാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഉടുപ്പില്ലാത്ത മക്കൾക്ക് വഴിയിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും. പല കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഈശോയുടെ സ്വന്തമാകണമെന്നുള്ളൊരു ആഗ്രഹം, അടിയുറച്ച ആഗ്രഹം, അതുപോലെ തന്നെ നിറവേറ്റണമെന്നുള്ള ആഗ്രഹവും. ഞാൻ ഇന്നിവിടെ വരാനുള്ള പ്രധാന കാരണം ജോസഫ് അച്ഛനാണ്. ഞാൻ സാക്ഷ്യം 14-ാം തീയതി പറയാം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് കഴിഞ്ഞ 14-ാം തീയതി. പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും മാറ്റി. കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. പക്ഷേ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അവസാനം പറഞ്ഞൊരു വാചകം അതെന്നെ ചീത്ത വിളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചിട്ടും ഇതുവരെ വന്ന് സാക്ഷ്യം പറയാത്തവർ ഈ ആഴ്ച തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആ വാചകം. അത് ശരിക്കും എനിക്ക് എന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ വണ്ടിയെടുത്ത് വളരെ സന്തോഷപൂർവ്വം 2 മക്കളെയും കൂട്ടി എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവാനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. എമീൻ. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം സാക്ഷ്യമേറ്റ് പറയുമ്പോൾ വളരെ സന്തോഷത്തോടും വളരെ ശക്തവും വളരെ സ്നേഹമസൃണവുമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ സ്വപ്നദർശനത്തിലൂടെയാണ് ആദ്യം തൻ്റെ സാമീപ്യം അറിയിച്ചു കൊടുത്തത്. നിൻ്റെ സങ്കടങ്ങളിൽ, നിൻ്റെ പ്രതിസന്ധിയിലെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടതുപോലെ കൊടുങ്കാറ്റിലൂടെയും ശാന്തതയിലൂടെയും എല്ലാം ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. വളരെ ശാന്തമായി ഒരു കൊടുങ്കാറ്റിലും പ്രതികൂല സാഹചര്യത്തിലും പരിശുദ്ധ അമ്മ എമ്മിനെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യമാണിത്. അതേ തുടർന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരു പത്രത്തിലൂടെ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഈശോ എത്ര വലിയവനാണ്, ഈശോ രക്ഷകനാണെന്നൊക്കെ വളരെ സധൈര്യം പ്രഖ്യാപിക്കുവാനുള്ള വലിയ കൃപ ഈ കുടുംബത്തിന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാനുള്ള കൃപ കൂടി ഉടമ്പടിയിലൂടെ ജീവിച്ചപ്പോൾ ഈ മകൾക്ക് മനസ്സിലാകുകയുണ്ടായി. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ക്ഷമ പ്രാപിക്കുവാനുമുള്ള കൃപ, അതിലൂടെയാണ് കൃപയുടെ നീരൊഴുക്കുകൾ ഒഴുകുന്നത്, കൃപ ചാലായി ഒഴുകുന്നത്. ജലത്തിൻ്റെ എല്ലാ പ്രാധാന്യത്തെയും കുറിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്കെല്ലാം പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. നമുക്കറിയാവുന്ന പോലെ ഇതൊരു
ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എമ്മിനും കുടുംബത്തിനും മനസ്സിലായത് ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും പരിശുദ്ധ അമ്മ സംസാരിക്കുകയും സാധ്യതയിൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഡിസ്ക് ബൾജിങ് പ്രോബ്ലം ഉണ്ടായി അഡ്മിറ്റ് ചെയ്ത അവസരത്തിൽ താൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഡോക്ടേഴ്സ് വിധി എഴുതി ഈ കുഞ്ഞിനെ നിനക്ക് ലഭിക്കുകയില്ല എന്ന്. പക്ഷേ ദൈവം നൽകുന്ന ആ കുഞ്ഞ് എപ്പോഴും വലിയ ദാനമായിരിക്കും. ദാനം വാഗ്ദാനമാണ്. അത് എമ്മിൻ തിരിച്ചറിഞ്ഞ സമയത്ത് ഈശോയെ കൈമാറുവാൻ ഒട്ടും തന്നെ മടികൂടാതെ പത്രമെടുത്തുകൊണ്ട് ഡോക്ടറിന് നൽകി. ഇതാണ് എനിക്ക് കുഞ്ഞിനെ തിരിച്ചു നൽകിയ സ്ഥലം, ഇതാണ് എനിക്ക് കുഞ്ഞിനെ തിരിച്ചു നൽകിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ ഈ മകൾക്ക് സധൈര്യം പറയാൻ ഉടമ്പടിയാണ് ഈ മകളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഈ മകൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് ഈ കുഞ്ഞ് ഇന്ന് ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ ലഭിച്ചിട്ടുള്ള കുഞ്ഞാണ്. നാം ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ അസാധ്യ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ജീവിത സാഹചര്യത്തിലും നമ്മുടെ വർക്കിംഗ് ഏരിയയിലും നമ്മുടെ പ്രൊഫഷണൽ ജോലിയിലും പേഴ്സണൽ വർക്കിലും എല്ലാം ഈശോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാനുഭവത്തിലൂടെ നിത്യതയോളം ജീവിക്കാനുള്ള കൃപ നമുക്ക് നേടിയെടുക്കാം. എമ്മിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ല ഒരു ഉണ്ടാകട്ടെ. ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയും നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി, വൈക്കത്തു നിന്നാണ് വരുന്നത്. കൂടെയുള്ളത് അമ്മ, ഇത് ഹസ്ബൻഡാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 7-ാം തീയതിയാണ്. അന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമേ പറഞ്ഞിരുന്നത് രോഗസൗഖ്യത്തിനെക്കുറിച്ചും പിന്നെ ജോലി കിട്ടിയതിനെക്കുറിച്ചുമായിരുന്നു. ഇപ്പോൾ പറയുന്ന വിവാഹം നടന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം ചേട്ടൻ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും അതിൽ മുല്ലമാല ഇടാറുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നും മുല്ലമാല വാങ്ങിക്കാൻ പോകുന്ന ഒരു ഫ്ലവർ ഷോപ്പിൽ അവിടെ കട നടത്തുന്ന ചേട്ടൻ പറഞ്ഞ വഴിയാണ് ഈ പ്രപ്പോസൽ വരുന്നത്. ആ ചേട്ടൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് ഹസ്ബൻഡ്. വിവാഹം നടന്നത് 2025 ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് വീട്ടിൽ പ്രപ്പോസലായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അക്രൈസ്തവരാണ്. അപ്പം ഈ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ വിവാഹം കഴിഞ്ഞാൽ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഒരു ആകെയുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ വീട്ടിലിങ്ങനെ പ്രപ്പോസലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വീട്ടിൽ ആദ്യമേ പറഞ്ഞിരുന്നത് ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം വിവാഹം കഴിക്കുന്നത് എന്നുള്ളതായിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ വരാൻ കഴിയണം, ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിക്കാൻ പറ്റണം, പ്രാർത്ഥിക്കാനുള്ള സമയം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിലും അച്ഛനും എല്ലാവരും പറഞ്ഞു ആദ്യമേ അവർ വന്ന് പോട്ടെ, എന്നിട്ട് എന്താണെന്നുള്ളത് ചെയ്യാം, അവരോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫെബ്രുവരി മാസത്തിൽ 2025 ഫെബ്രുവരി മാസത്തിൽ വന്നു, കണ്ടുപോയി. അന്ന് വൈകിട്ട് തന്നെ അവർ വീട്ടിൽ വിളിച്ചു പറഞ്ഞു കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കോട്ടയത്തുള്ളൊരു ആശാകേന്ദ്രം എന്ന് പറഞ്ഞാൽ അമ്മമാർ താമസിക്കുന്ന ഒരു ഭവനത്തിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ആഴ്ച ഞായറാഴ്ച ഞങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവരും ചേച്ചിമാരെല്ലാവരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് അവിടെ പോകാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഞങ്ങളവിടെ പോയ സമയത്ത് കോട്ടയത്താണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയ സമയത്ത് ഇതേപോലെ തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ ആളെ കണ്ട് സംസാരിക്കാം, നീ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനെ വിളിച്ചപ്പോൾ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കോട്ടയത്തുള്ളൊരു പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടമ്പടീനെ പറ്റിയൊന്നും അറിയില്ലെങ്കിലും ചേട്ടൻ പറഞ്ഞു ഞാനും മാതാവിൻ്റെ ഒരു ഭക്തനാണ്, അവിടെ മണർകാട് പള്ളിയിലൊക്കെ പോകാറുണ്ട്, മാതാവിൻ്റെ നൊവേന കൂടാറുണ്ട്, അങ്ങനെയെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷയമില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും പറഞ്ഞു. പിന്നെ ഭാവി ജീവിതത്തിലൊരു പ്രശ്നം പിന്നീട് ഉണ്ടാവരുതല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതും ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ജൂൺ മാസമൊക്കെ ആയപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ അവരുടെ വീട് പണി നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് കല്യാണം കുറച്ച് നീട്ടി വെച്ചു. അങ്ങനെ നവംബർ 23-ാം തീയതി 2025 നവംബർ 23-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടന്നു. അതിലും ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അതിനകത്ത് വെച്ചിരുന്നു പരിമിതികളെല്ലാം നികത്തിക്കൊണ്ട് കാനായിലെ വിവാഹം പോലെ ഒരു അത്രയും ഭംഗിയായിട്ടുള്ളൊരു വിവാഹമായിരിക്കണേ, നടത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുത്തു. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആ വിവാഹം നടന്നു.
സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും എല്ലാം ആ സമയത്ത് എല്ലാം ഒരുക്കി തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ ഇപ്പം എന്നെ പള്ളിയിൽ കൊണ്ടുവരുന്നതിനാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥനകളോ അല്ലെങ്കിൽ കാരുണ്യപ്രവർത്തികളോ എല്ലാം ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല, എന്നെ കൊണ്ടുപോകും, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നും ഇതുപോലെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഞാനും ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്നോട്, ഞാൻ മറന്നുപോയെങ്കിൽ എന്നോട് പറയും, എനിക്കിന്ന് തൈലം തൊട്ടിട്ടില്ല എന്നോട് പറയും. അങ്ങനെ ചോദിച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവാറുണ്ട്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ പറയാനുള്ളത് ഇത് അമ്മയാണ്. അമ്മയ്ക്ക് ഒരു 14 വർഷത്തോളമായിട്ട് ആർത്രൈറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2025 തുടക്കമായപ്പോൾ തൊട്ട് ഭയങ്കര നടുവേദന കലശലായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങൾ വാദത്തിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് ഓർത്താണ് ഇരുന്നേച്ചത്. അപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ കാണിച്ചപ്പം പറഞ്ഞത് കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് നടുവേദന കൂടി ഒട്ടും നിൽക്കാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ് പോലും നടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കണ്ടു. അപ്പോൾ പറഞ്ഞു MRI എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. അപ്പോൾ ഇൻഡോ അമേരിക്കയില, ഞങ്ങൾ വീട് ചെമ്മനാഗരിയാണ്. അപ്പോൾ അവിടെ ഇൻഡോ അമേരിക്ക തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ കൊണ്ട് MRI എടുത്തു. ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ അവർക്കൊന്നും ക്ലിയർ ആവുന്നില്ല. റിപ്പീറ്റ് MRI, കോൺട്രാസ്റ്റ് MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലെടുത്തപ്പോഴത്തേക്കാണ് സ്പൈൻ TBI എന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം കേട്ടിട്ട് പോലുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഡോക്ടർമാർ പറഞ്ഞു സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, വേറൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സർജറിന്ന് കൂടെ കേട്ടപ്പോൾ അമ്മക്ക് ഓൾറെഡി വാദത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സർജറി കൂടി ചെയ്താൽ എങ്ങനെയാകും എന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ വീണ്ടും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് ഡോക്ടർ വന്നു, ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവണം, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നതിൻ്റെ അന്ന് വൈകിട്ട് ആണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് രാവിലെ ഇതുപോലെ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് കാശ് രൂപം കിട്ടി. ഞങ്ങളന്ന് വൈകിട്ട് അഡ്മിറ്റ് ആവാൻ ചെന്നപ്പം ഡോക്ടർ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇന്നെന്തായാലും നിങ്ങൾ അഡ്മിറ്റ് ആവണ്ട, എന്തായാലും ഒന്ന് മരുന്ന് കഴിച്ച് നോക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറിയെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ ആണ് പറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പോയി ഇഞ്ചക്ഷൻ ചെയ്യും, അഡ്മിറ്റ് ആവേണ്ടി വന്നില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അഡ്മിറ്റ് ആവാതെ എന്നും പോയി ഇഞ്ചക്ഷൻ എടുത്തും തിരിച്ചു വരും. അതുപോലെ തന്നെ ഞങ്ങൾ അമ്മയുടെ കയ്യിലെല്ലാം ഫുൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ബ്ലഡ് ഇങ്ങനെ കട്ടയായതുപോലെ ആയിരുന്നു. ഇത് എല്ലാത്തിനും മരുന്ന് കൊടുക്കുമ്പോഴും എല്ലാത്തിലും ഞങ്ങൾ ആ വെള്ളത്തിൽ ഉപ്പും തേനും തൈലവും ഒഴിച്ചിട്ടാണ് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ കയ്യിൽ ഫുള്ളും കാലിലും നടുവിലും എല്ലാം ഉടമ്പടി തൈലം എപ്പോഴും എന്നും രാവിലെയും വൈകിട്ടും ഇതുപോലെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് സർജറി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അമ്മയുടെ നടുവേദന പൂർണ്ണമായിട്ട് മാറി. ഇപ്പം അമ്മ സുഖമായിട്ട് നിൽക്കുന്നു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ കോട്ടയത്തുള്ളൊരു ആശാ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു അമ്മമാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോകാറുണ്ട്, എല്ലാ മാസവും തന്നെ പോകാറുണ്ട്. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിയിട്ട് നേരത്തെയൊക്കെ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് നിർത്തി. അവിടെ പത്രം ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്ന കൊണ്ടിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയാണ് പത്രം കൊടുക്കാറുള്ളത്. പിന്നെ പ്രാർത്ഥനയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിലൊരു സ്ഥിരത വന്നു. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഉള്ളത് സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ നേരത്തേക്ക് ദേഷ്യം പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരോട് സംസാരിക്കത്തില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ദേഷ്യം ഇല്ല എന്നല്ല, എന്നാലും ഉണ്ടെങ്കിൽ പോലും അവരോട് ദേഷ്യപ്പെട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നെ അവരോട് സംസാരിക്കും. വൈകുന്നേരത്തിനുള്ളിൽ എങ്ങനെ പോയാലും സംസാരിക്കും. ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ദിനവൃത്താന്തം 5:20 ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. രശ്മി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും അമ്മയോടും ചേർന്ന് പരിശുദ്ധമ്മ വഴി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് മകള് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള നിയോഗമാണ് സമർപ്പിച്ചത്. 30 വയസ്സോളം എത്തിയ മകള് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വീട്ടുകാരുടെ ഒറ്റ വിഷയമാണ് അവതരിപ്പിച്ചത്. ഞാൻ അക്രൈസ്തവ മകളാണെങ്കിലും എൻ്റെ ഉടമ്പടി ജീവിതം അല്പം പോലും ഏശലില്ലാതെ ചഞ്ചലപ്പെടാതെ കൊണ്ടുപോകുവാൻ അനുവദിക്കുന്ന ഒരാൾ എനിക്ക് പങ്കാളിയായിട്ട് മതിയെന്ന്.
അതത്ര എളുപ്പമുള്ള ഒരു നിയോഗമല്ല, എളുപ്പം അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് വീട്ടുകാരത് ഇത്തിരി ഒന്ന് പ്രയാസപ്പെട്ടിരുന്നു, വിവാഹം വരുന്നത് ഈ വിഷയം കൊണ്ട് മാറിപ്പോകുമെന്ന്. പക്ഷെ മകൾക്ക് ഉറപ്പായിരുന്നു, ഞാൻ അമ്മയുടെ അനുവാദത്തോടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നിയോഗത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമ്മ അതിന് ചേർന്ന വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് തരുമെന്ന്. ശരിക്കും അതാണ് ഈ അൾത്താരയിൽ നമ്മളിന്ന് കാണുന്നതും. മകൾക്ക് വിവാഹാലോചന വന്നു, വരൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവളെ തന്നെ ചുമതല ഏൽപ്പിക്കുകയാണ്. നിനക്ക് പറയാനുള്ളത് നീ തന്നെ സംസാരിച്ച് ധാരണ എത്തുക, ഞങ്ങളായിട്ട് ഈ വിഷയമൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് മകൾ ഒരു പള്ളിമുറ്റത്ത് വെച്ച് വിവാഹം ചെയ്യേണ്ട വ്യക്തിയുമായി കണ്ടുകൊണ്ട് ഉടമ്പടി ജീവിതത്തെക്കുറിച്ച്, കൃപാസനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച്, അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്, ഇതൊക്കെ ചെയ്യാൻ തുടർന്നും എനിക്ക് അനുവാദമുണ്ടാവണം, ഞാൻ അതിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു ആത്മീയ ജീവിതവും എൻ്റെ ഭൗതിക ജീവിതവും നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതൊരു നിലപാടാണ്. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളോട് പറയില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ ഉറച്ചെടുക്കുവാനും അതിൽ ഉറച്ചു മുന്നോട്ട് പോകുവാനും ശ്രദ്ധയുള്ളവരാകണമെന്ന്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ് വിവാഹമെന്നത്. ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരവസരമാണത്. ആ ഗതി നിർണ്ണയിക്കുന്ന തീരുമാനത്തിൽ തൻ്റെ ഒരാഗ്രഹം അമ്മയോട് ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരാഗ്രഹം പങ്കുവെച്ച് അതിനോട് ചേരുന്ന പങ്കാളിയെ കണ്ടെത്തുവാൻ അമ്മ സഹായിക്കുന്നുവെന്നത്. ആ വ്യക്തി മറുത്തൊന്നും പറഞ്ഞില്ല, കൂടെ നിന്ന് മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തി ഇന്ന് ഉടമ്പടി കൂടുതൽ നന്നായി ജീവിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഓരോ കാര്യവും പങ്കാളിയിലൂടെ സഹകരണം ലഭിക്കുന്നുവെന്ന. നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വാക്കുകൊടുത്ത് ജീവിക്കുന്നവരാണോ, ദൈവം നാം ആവശ്യപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഏറ്റെടുത്ത് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഒരുപക്ഷെ ആദ്യത്തെ ആലോചനയിൽ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നാം സംശയിക്കുന്നവരാകും. പക്ഷേ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു നിയോഗമാണെങ്കിൽ അമ്മയ്ക്ക് വ്യക്തികളെ ഒരുക്കുവാൻ അറിയാം, സാഹചര്യങ്ങളെ ഒരുക്കുവാൻ അറിയാം, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അറിയാം, ഇല്ലായ്മകൾ മാറ്റിത്തരുവാൻ അറിയാം, രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ അറിയാം. അസാധ്യമെന്ന് കരുതുന്ന മേഖലകളിൽ നമ്മുടെ ജീവിതം എത്തിച്ചേരും വിധം അതിനെ നയിക്കുവാൻ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഉടമ്പടിയിലാണോ ഉറച്ചു കൊടുക്കുക, അതിന്മേൽ ഉറപ്പുള്ള അനുഗ്രഹം അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. രക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി ആർ. എൻ്റെ അമ്മയാണിത്. ഞങ്ങൾ കോട്ടയത്തുനിന്ന് വരുന്നു. ഞാൻ 2024 മെയ് 8-ാം തീയതി ആയിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മൂമ്മ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് ഉടമ്പടി എടുത്തു, ഇവിടെ നിന്ന് പോയി. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ജർമ്മൻ പഠിക്കുന്നതിന് ഒരു മാസം മുന്നേ ആയിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയപ്പോൾ വീണ്ടും അമ്മൂമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നു. പക്ഷെ അന്നേരവും എനിക്ക് ഒരു വിശ്വാസം ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് പോയി എൻ്റെ ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എക്സാമിൻ്റെ സമയത്ത് ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ എക്സാം എടുത്ത് തന്ന എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് നീ മര്യാദയ്ക്ക് പാലിക്കേണ്ടതുപോലെയാണോ പാലിച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ചേട്ടൻ്റെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പം പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളിയുടെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്പാർക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ 3 ദിവസം മര്യാദയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് പ്രാർത്ഥിച്ച് 4-ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്നു. അന്നേരം വന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാതാവിനോടൊരു അടുപ്പം എനിക്ക് തോന്നി. ഞാൻ വളരെ കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ 6ാമത് നിയോഗം എഴുതാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എഴുതി, ഞാനന്ന് ജർമ്മൻ എക്സാം പോലും
എഴുതിയിട്ടില്ല. ഞാൻ എഴുതി, മാതാവേ എനിക്ക് ജർമ്മൻ ടീച്ചറായിട്ടൊരു ജോലി തരണേന്ന്. ഞാൻ അതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം മൊഡ്യൂളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് നിയോഗം സമർപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ വല്ലാണ്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ പത്രം വാങ്ങിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നേരെ വാട്സപ്പ് ആയിരുന്നു അത് ഓണായത്. വാട്സപ്പിൽ ഫസ്റ്റ് കിടന്ന മെസ്സേജ് ഓഫർ ലെറ്റർ അയക്കട്ടെ ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിശ്വസിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ എന്നൊരു ഹിൻഡ് തന്നതാണ് എനിക്ക്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ മാതാവിൽ പിന്നെ ഞാൻ ഉഴപ്പിയിട്ടില്ല. എൻ്റെ ഉടമ്പടി ഞാൻ മര്യാദയ്ക്ക് തന്നെ പാലിച്ചു. അങ്ങനെ മെയ് 10-ാം തീയതി, ആക്ച്വലി മെയ് 7-ാം തീയതി ആയിരുന്നു ആദ്യം ഒരു എക്സാം. അത് ഡേറ്റ് മാറി മെയ് 10-ാം തീയതിയിലോട്ടായി. അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി തിരിച്ചു വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു എക്സാമിന് കയറിയത്. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു. ആക്ച്വലി മെയ് 7-ാം തീയതി എക്സാം എഴുതിയ ഒട്ടുമിക്ക പിള്ളേരും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറിപ്പോയി. മെയ് 10-ാം തീയതി ഞാൻ എഴുതിയപ്പം ഞാൻ പാസ്സായി എക്സാമിന്. അതായത് 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നേരെ എക്സാം ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ലാംഗ്വേജ് കുറച്ച് പോകുന്നുണ്ട്, ബാക്കി 2 മൊഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അപ്പം തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കയറാനുള്ളൊരു അവസരം തന്നു. അതായത് 1 മാസത്തെ പ്രിപ്പറേഷൻ കോഴ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്പ്രഹനും അതായത് സ്പീക്കിങ്ങോ ഷ്രൈബനോ അല്ലായിരുന്നു. വളരെ ലെവല് നല്ല കൂടിയിട്ടുള്ള സ്പീക്കിങ്ങും ഷ്രൈബനും ഒക്കെ എഴുതുന്ന കുറേ പിള്ളേരെ പരിചയപ്പെടാൻ പറ്റി. അവരിലൂടെ എനിക്ക് എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അങ്ങനെ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായിട്ടുള്ള ഒക്ടോബറിൽ തന്നെ എനിക്ക് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് കിട്ടി. കോലാപ്പൂരായിരുന്നു എക്സാം. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനെയും മുറുക്കെ പിടിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോലാപ്പൂർ ചെന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് എന്തെന്നില്ലാതെ ഭയങ്കര ടെൻഷൻ. ഞാൻ മാതാവിനെ ഒരുപാട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ടെൻഷനാണ്, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് എൻ്റെ ഡോറിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്തു, മുട്ടി. അപ്പം ഞാൻ ഡോറ് തുറന്നപ്പം എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്സ് എല്ലാം പഠിച്ചായിരുന്നോ, ഇത് നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ടോപ്പിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷ്രൈബിലെ റൈറ്റിങ്ങിലെ ടോപ്പിക് ആയിരുന്നു അത്, പുതിയത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ട് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചുമ്മാ മലയാളത്തിലൊന്ന് വായിച്ചിട്ട് ഞാൻ പോയി ക്വസ്റ്റ്യൻ്റെ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് വായിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം എക്സാമിന് കയറി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത് തന്നെ വരുമെന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് അറിയത്തില്ലെന്ന് മാതാവിന് അറിയാലോ, പിന്നെ മാതാവ് എന്തിനാണ് എനിക്ക് ഇത് തന്നെ തന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി മാതാവിനെ പഴി ചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പം എക്സാം ആണ്, അപ്പം നമ്മൾ എക്സാം എഴുതാം, ടൈം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ സെൻറ്റൻസും ആരോ പറഞ്ഞു തരുന്ന രീതിയിൽ എനിക്കിങ്ങനെ എൻ്റെ ചെവിയിൽ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ ആ സെൻറ്റൻസുകളെല്ലാം എഴുതി. ആക്ച്വലി നമുക്ക് 2 പേപ്പർ കിട്ടും റൈറ്റിംഗ് എഴുതാൻ. അതിലൊരു റഫ് പേപ്പർ ഉണ്ട്. ഞാൻ റഫ് പേപ്പർ തൊട്ടതേ ഇല്ല, മെയിൻ ഷീറ്റിലോട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. കാര്യം എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല. മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, അത് ഞാൻ ഡയറക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി അവസാനത്തെ ഒരു 5 മിനിറ്റിൽ ഞാൻ ജസ്റ്റ് എഴുതിയതൊന്ന് വായിച്ചിട്ട് കുറച്ച് കറക്ഷൻസും ചെയ്തിട്ട് ഞാൻ കുരിശും വരച്ചപ്പം എൻ്റെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ആ എക്സാമിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എനിക്ക് അറിയാൻ മേലാത്തൊരു ടോപ്പിക്ക്, കാര്യം അറിയാവുന്നതും പഠിച്ചതും വന്നാൽ പോലും പിള്ളേർ പാസ്സാവാത്ത എക്സാം, എങ്ങനെ ഞാൻ ഇത് പാസ്സാവുമെന്ന് എനിക്കറിയില്ല. ആ എക്സാം ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിംഗ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ളത്. കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കണം, അത് വളരെ പാടുള്ളതായിരുന്നു. അപ്പം ഞാൻ എക്സാം ഉച്ച കഴിഞ്ഞായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ കൈയൊക്കെ വേർത്ത് തണുത്തിരിക്കുക. ആ സമയത്ത് ഒരു 20 മിനിറ്റ് മുന്നേ, എക്സാമിന് 20 മിനിറ്റ് മുന്നേ എനിക്ക് എന്തെന്നില്ലാതെ ഉറക്കം വരിക. അപ്പം ഉറക്കം വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 2 മിനിറ്റ് ഉറങ്ങി. പെട്ടെന്ന് ആരോ എൻ്റെ പേര് വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എണീറ്റു.
അപ്പം തൊട്ട് എൻ്റെ കൈ വേർക്കുന്നില്ല, കൈ തണുത്തിട്ടില്ല, ഭയങ്കര കൂളായിട്ട് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെയായിരുന്നു ഞാൻ എക്സാമിന് കയറിയത്. കിട്ടിയ ടോപ്പിക്കാണെങ്കിലും എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കും. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ തലേ ദിവസം മാതാവിനോട് പറഞ്ഞത്, മാതാവ് എൻ്റെ എക്സാം ഹാളിൽ വരണം, നീല ഡ്രസ്സിട്ട് വരണം എന്ന്. നമ്മുടെ കൃപാസനം ബുക്കിലെ ആ ഉടമ്പടി പത്രത്തിലെ ആ കറക്റ്റ് നീല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ടീച്ചർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എക്സാം പാസ്സായി, സ്പീക്കിംഗ് എനിക്ക് കിട്ടും ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒക്ടോബർ 12-നായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ജപമാല റാലിയിൽ വന്ന് കൂടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജപമാല റാലിയിൽ കൂടുമ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് എക്സാം. അപ്പം ഞാൻ സ്പീക്കിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റൈറ്റിംഗ് കിട്ടൂല എന്നറിയാം, സാരമില്ല നെക്സ്റ്റ് ടൈം പിടിക്കാന്നുള്ള രീതി ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് സ്പീക്കിംഗ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് നടക്കുക. എനിക്ക് അന്നേരം അറിയില്ല, ഭയങ്കര ഊർജ്ജമായിരുന്നു അത് നടക്കാൻ വേണ്ടി. അങ്ങനെ ജപമാല റാലി കംപ്ലീറ്റ് ആക്കി. പക്ഷെ അന്ന് എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായി, അയ്യോ കിട്ടിയില്ലേ. അതിൻ്റെ പിറ്റേ ദിവസവും വന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാമത് എക്സാമിന് ഡേറ്റ് എടുത്തു, അതായത് പഞ്ചാബിൽ ഡേറ്റ് എടുത്തു. കാര്യം ഇത് ഷ്രൈബൻ കിട്ടൂല എന്നറിയാലോ. അപ്പം ഞാൻ പഞ്ചാബിൽ ഡേറ്റ് ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഡേറ്റ് എടുത്തുന്ന ഏജൻറ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നോക്കി. പക്ഷെ അറിയാണ്ട് കൈ തട്ടി എടുത്തത് ഓപ്പൺ ആക്കിയത് ഷ്രൈബൻ്റെ റിസൾട്ടായിരുന്നു. ഞാൻ നോക്കുമ്പം 67 മാർക്ക്, 60 പാസ് മാർക്ക്, 7 മാർക്ക് മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7. ഞാൻ ഇത് കണ്ടതും എനിക്ക് എന്തായിരുന്നു, ഞാൻ നിന്ന് അവിടെ നിന്ന് കരഞ്ഞു. ട്രെയിനിൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, എന്താ കരയുന്നതെന്ന്. അങ്ങനെ സ്പ്രഹൻ ഓൾറെഡി എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ മാതാവ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് പാസ്സായത് ജർമ്മൻ. അങ്ങനെ ഞാൻ ആ യാത്രയ്ക്ക് പോയി. രണ്ടാമത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു, പാസ്സായെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. കാര്യം ഒരു പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. നാട്ടിൽ വന്ന പാടെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതും മാതാവ് ഇടപെട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. പലരിലൂടെയും കോട്ടയത്തുള്ളതാണെങ്കിൽ കൂടിയും എന്നോട് കോഴിക്കോടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നു. അതിനുശേഷം നവംബർ 12 ആയിരുന്നു ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തത്. നവംബർ 28 തന്നെ എനിക്ക് ഇൻ്റർവ്യൂ റെഡിയായി. ഡിസംബർ ആ ഒരു മാസം ജർമ്മനിയിൽ അവധി ആയതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്ന സമയത്ത് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉപയോഗിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. മാതാവിനറിയാം എൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ മാതാവ് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാത്രമേ മാതാവ് എന്നോട് ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാവരോടും ടഫായിട്ടുള്ളത് ചോദിച്ചപ്പം എന്നോട് വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് പോലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അത്രയും സിമ്പിളായിട്ടുള്ളതായിരുന്നു എന്നോട് ചോദിച്ചത്. അതിനുശേഷം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് കോൺട്രാക്റ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിന്ന്. അങ്ങനെ 1 മാസം കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞൊരു അന്ന് തന്നെ കോൺട്രാക്റ്റ് വാങ്ങിക്കാൻ പോയ അന്ന് തന്നെ എനിക്ക് VFSൽ സ്ലോട്ടും കിട്ടി. എല്ലാം ഭയങ്കര സമയ ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെയ്തു തരുന്നത്. കുറേ പിള്ളേർ ജർമ്മനി വേണ്ടിയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നടക്കുമ്പോൾ മാതാവ് എന്നെ മാസങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ. അങ്ങനെ ഞാൻ VFSൽ സ്ലോട്ട് വെക്കാൻ വരുന്ന സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കാര്യം പ്രത്യേകിച്ച് എനിക്കിനി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം മാതാവിലോട്ട് തന്നെ അടുക്കാൻ വേണ്ടി ഞാൻ ഡിസംബർ 7 മാതാവിനെ വന്ന് തൊട്ടു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ തന്നെ മാതാവ് എനിക്ക് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഏപ്രിൽ 10 എനിക്ക് പോകാൻ പറ്റണം, അതുപോലെ മാർച്ച് 10 മുന്നേ എനിക്ക് വിസ കിട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒപ്പിച്ച് എനിക്ക് ഇന്നാ വിസ വന്നേ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് എൻ്റെ വിസ ഓപ്പൺ ചെയ്തേ. കറക്റ്റ് 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് വിസ തന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് പൊതിച്ചോറ് കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലും ആശുപത്രികളിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ റീൽസിലൊക്കെ ഓരോ മക്കൾക്കൊക്കെ അസുഖം വരുന്നത് കാണുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രായമായ അമ്മമ്മമാരെ കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃപാസനത്തിൽ വന്നിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കൃപാസന പത്രങ്ങൾ വചനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പരമപിതാവിനും കോടാനുകൂടി നന്ദി. മോള് പറഞ്ഞത് ചുരുക്കിയാണ്, പക്ഷെ അതിനേക്കാൾ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. അമ്മ കൂടെ ഉള്ളതുകൊണ്ട്, ഞാനൊരു സിംഗിൾ മദറാണ്, എന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഒരുപാട് നന്ദി. 89 സങ്കീർത്തനം 3 തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കുന്നു. ശ്രീലക്ഷ്മിയെ പരിശുദ്ധ അമ്മ ഞെട്ടിപ്പിച്ച ഒരു സാക്ഷ്യമാണിത്. ഇന്നും ശ്രീലക്ഷ്മിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കാൻ, ഞാനതിനു മാത്രം എനിക്ക് യോഗ്യതയുണ്ടോ? യോഗ്യതയില്ല എന്ന് തന്നെയാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഈശോയെക്കുറിച്ചോ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു മകളാണ്. ആദ്യമായി മറ്റെല്ലാവരെയും പോലെ തന്നെ മകൾ ആദ്യമായി കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ ഉടമ്പടി എന്തെന്നോ ഈശോ ആരെന്നോ പരിശുദ്ധ അമ്മ ആരെന്നോ യാതൊരു അറിവുമില്ലാതെ കണ്ണടച്ച് വിശ്വസിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് ശ്രീലക്ഷ്മി സ്വന്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ശ്രീലക്ഷ്മിയെ ആരെന്ത് പറഞ്ഞാലും തൻ്റെ ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മ ആരാണെന്നും പേഴ്സണലി ഇന്ന് പറയാനുള്ള ഒരു ഉത്തരം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമ്പടി ആഴമായി ജീവിച്ചതിൻ്റെ ഒരു തെളിവാണ്. പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇൻസെൻറ്റീവായി കൊടുത്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഈ മകൾ വളരെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിലുണ്ടായി. ഒരു മെറിറ്റുമില്ലാതെ താൻ കയറി വന്നത്, ഇന്ന് ഞാനൊരു ജർമ്മൻ ട്യൂട്ടറായത്, ഞാൻ പറഞ്ഞ ആ ദിവസത്തിൽ തന്നെ ഡേറ്റിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ ആ പേജിൽ തന്നെ 7 എന്ന നമ്പറുള്ള പേജിൽ എനിക്ക് വിസ അപ്രൂവലാക്കി തന്നു, സ്റ്റാമ്പ് ചെയ്തു തന്നു. അങ്ങനെയെല്ലാം പരീക്ഷ എഴുതുന്ന സമയത്തായാലും എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എനിക്ക് ഉത്തരം പറയാനുള്ള സാധ്യതകൾ, അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ മികവും നിറവും എല്ലാം ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ്. മന്ന കണ്ടപ്പോൾ ഇസ്രായേൽക്കാർ ചോദിച്ചു, ഇതെന്ത്? ഇന്ന് അതിശയിപ്പിക്കുന്നതൊന്നു മാത്രമാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നത്? ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുകൂടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. നിസ്സാര അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ ഡിസ്കണക്റ്റ് ചെയ്യരുത്. നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിഫൈൻഡ് ആവണം നമ്മുടെ ഉടമ്പടി എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലരെല്ലാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്കത് സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഈശോയെ തള്ളി മാറ്റി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുള്ള ശരണം വേണ്ടെന്ന് വയ്ക്കുന്ന മക്കൾക്ക് വളരെ തകർച്ചകൾ വീണ്ടും, അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ശേഷവും നന്ദി പറയാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവൾ വീണ്ടും സങ്കടപ്പെട്ടു പോകുന്നത് നാം കാണുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെയാകാതെ എപ്പോഴും ഉടമ്പടി ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈശോയും പരിശുദ്ധ അമ്മയും വേദനിപ്പിക്കരുത് എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും ഇങ്ങനെ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് തന്നെ തോന്നി, ശ്രീലക്ഷ്മി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, ഈ കുടുംബം എന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല, എനിക്ക് ഇവരെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കും. വിശ്വസ്തനായ സേവകനോട് 5 താലന്ത് 10 ആക്കി കൊടുത്തവനോട് ദൈവം പറയുന്നത് പോലെ, ഇതാ നിനക്ക് 5 കൂടി തരുന്നു, നിന്നെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായി നിന്നെ ഞാൻ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. അത് നമുക്കൊരു ഇന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു വലിയ ജർമ്മൻ വിസ നൽകി മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈശോയെ അവിടെ പ്രഘോഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമായി മിഷണറിയായി മകളെ പറഞ്ഞു വിടുകയാണ്. നാം ഓരോരുത്തരും പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെ സഹനങ്ങളിലൂടെയെല്ലാം നമുക്കൊരുപാട് വലിയ വലിയ പഠനങ്ങൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. നാം ഉടമ്പടി പഠിച്ചെടുക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദിസ് ടോപ്പിക് ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റാണെന്ന് അച്ഛൻ പറയാറുണ്ട്. ശരിയാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വാത്സല്യവുമെല്ലാം നാം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര വലിയ മഹാകാവ്യത്തിൻ്റെ ഒരു ഉടമ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമുക്ക് ഈശോ കൈമാറ്റം നടത്താം, ക്രിസ്തു നമ്മിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജർമ്മൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ, വിസ തടസ്സങ്ങളുള്ളവരെ, ജോലിയില്ലാത്തവരെ, വഴിവിട്ട ജീവിതങ്ങൾ നയിക്കുന്ന എല്ലാ യുവ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനമ്മ മാതാവിനും ഒരു കോടി നന്ദി. ഞാൻ ഡിംപിൾ സെബാസ്റ്റ്യൻ, ഇതെൻ്റെ ഹസ്ബൻഡ് അഖിൽ, ഇത് ഞങ്ങളുടെ മോൻ തിയോജോ അഖിൽ. ഞങ്ങൾ കോട്ടയം രാമപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഈ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്.
ഇതെൻ്റെ മൂന്നാമത്തെ ഈ അൾത്താരയിൽ, ദിവ്യമായ അൾത്താരയിൽ നിന്നിട്ടുള്ള എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ്. ഇതിന് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഉയർത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 2019 കാലഘട്ടത്തിലാണ് യൂട്യൂബിൽ ഒരു റാൻഡമായി വന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ട് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോയിട്ട് ആണെങ്കിൽ കൃപാസനത്തിൽ നിന്ന് എനിക്ക് അമ്മ ഈശോയെ കൂടുതൽ അറിയാനും ഈശോ എന്താണ് പാപം ചെയ്യുമ്പോൾ വടി എടുത്തടിക്കാൻ നിൽക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കി തന്നത് കൃപാസനത്തിലെ എൻ്റെ മാതാവാണ്. അന്ന് ഞാനിവിടെ വരുമ്പോൾ കുറേ അമ്മമാർ, കുറേ ഗർഭിണിയായ അമ്മമാരാണ് നിൽക്കുന്നത്, അത് സാക്ഷ്യം പറയുന്നത്. അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കും ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഗിഫ്റ്റായി തരുന്നൊരു ഉണ്ണീനെ എനിക്ക് വിവാഹത്തിന് ശേഷം മതിയെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അതൊക്കെ മറന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്ന ഖത്തറിലാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് പോരുന്ന സമയമാണെങ്കിലും അപ്പോൾ ഒരു പോസ് എടുത്തിരുന്നു. കാരണം എനിക്ക് ഉടമ്പടി പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല അവിടെ. അതുകൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു ഫെബ്രുവരി മാസമായപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി പുതുക്കി. സമ്പൂർണ്ണ ജപമാല ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റ് എന്നും ചൊല്ലാറുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, PCOD സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പീരീഡ്സ് ഇറഗുലർ ആവുന്നത് വളരെ യൂഷ്വലായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലാണെങ്കിൽ എനിക്ക് ഭയങ്കര സഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ ഉള്ളിൽ സിസ്റ്റാണ് വളരുന്നത്, അപ്പോൾ എന്തോ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് എനിക്ക് സിസ്റ്റാണെങ്കിൽ ഞാൻ ആശുപത്രിയിലൊന്നും പോകത്തില്ല, അമ്മ തന്നെ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം, അല്ലാണ്ട് ഞാൻ എവിടെയും പോകത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിറ്റേന്ന് 3 മണീൻ്റെ ജപമാലയിൽ ഞാൻ എൻ്റെ നീലത്തിരിയിൽ കാണുകയാണ് ഒരു ഗർഭസ്ഥ ശിശു. നമ്മൾ യൂഷ്വൽ കാണാറുള്ള പോലെ ചെരിഞ്ഞ് കിടക്കുന്നൊരു പടം. അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്തു ഫസ്റ്റ് ഡേ. പിന്നെയും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഗർഭധാരണത്തെക്കുറിച്ചും സന്താനങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോഴും ഞാനിങ്ങനെ ഇനി ഞാൻ പോസിറ്റീവ് ആണോ എന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 2ാമത്തെ ദിവസവും കുറച്ചും കൂടെ വ്യക്തമായിട്ട് നീലത്തിരിയിൽ ഈ രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഇന്ന് ഡെലിവറി വരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞാൻ 9 മാസത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖത്തറിൽ കൂടുതലായി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് അവിടെ ക്ലീനിങ് സ്റ്റാഫ്സിന് ഫുഡ് വാങ്ങിക്കൊടുക്കുക, പത്രം അങ്ങനെ കൊടുക്കാൻ വികാരിച്ച് ഞങ്ങളെന്നെ വിലക്കിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഈശോയെ എനിക്ക് എന്തെങ്കിലും മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് എനിക്കുണ്ടെങ്കിൽ അത് എടുത്ത് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ 6 പത്രത്തിൽ കുറവ് പത്രക്കെട്ടുകൾ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം 13 പത്രം നേർച്ചയായി 9 മാസത്തിലും എനിക്ക് തലേന്ന് വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും സുന്ദരമായിരുന്നു എൻ്റെ ഗർഭകാലം എന്ന് വെച്ചാൽ. അതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ്. അച്ഛൻ്റെ ശുശ്രൂഷ ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴും സ്തുതിക്കുമ്പോഴൊക്കെ എൻ്റെ വയറ്റിൽ ഇവൻ ചവിട്ട് ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ സുഖപ്രസവത്തിൽ അമ്മ മാതാവ് ഈശോ അമ്മ മാതാവ് വഴി എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് വലിയ പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫാമിലിക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്ന്. ഞങ്ങളുടെ മാരേജ് ജസ്റ്റ് കഴിഞ്ഞ സമയം. അപ്പം ആരോടും പറയാനൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 1.5 വർഷത്തിന് മുകളിൽ കിട്ടാനുള്ള ഇവിടെ നല്ലൊരു തുക ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ബിസിനസ്സും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടാനുള്ള നല്ലൊരു തുക 1.5 വർഷമായിട്ട്, അത് ഖത്തറിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഞങ്ങൾക്കൊന്നും മുട്ടാനോ ഞങ്ങൾക്ക് ചോദിക്കാമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങളങ്ങനെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത്ഭുതം അവരെ തന്നെ ഇങ്ങോട്ട് വിളിച്ച് ചെക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് അതുപോലെ എല്ലാം. അതിന് ശേഷം ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ബിസിനസ് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം പതിയെ മാറാൻ തുടങ്ങി. ഇന്ന് വരെ ഞങ്ങൾ ഏത് വർക്കിന് പോകുന്നതിന് മുമ്പും ഉപ്പും തൈലമൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പോവാറ്.
അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ തോറും വഴികളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം ഞാനും എൻ്റെ മമ്മിയും കൂടെ പോയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പത്രങ്ങൾ 10-13 കെട്ടുകളൊക്കെ ഞങ്ങൾ വാങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. ഒത്തിരി അവഹേളനങ്ങളും ഞങ്ങൾ ആട്ടി വിട്ടിട്ടുണ്ട് കുറേ വീടുകളിൽ ചെല്ലുമ്പോൾ. പക്ഷെ അതൊക്കെ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം എനിക്കറിയാം അതൊക്കെ നല്ലതിനായിരിക്കുമെന്ന്. ഇതിനെല്ലാം എത്ര ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെയാണ് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് മാറ്റിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വിവാഹം വരെയുള്ള സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ് എൻ്റെ ഇപ്പോൾ കൂടെയുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഒപ്പം ഞാൻ തൈലം ഞങ്ങളുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഉറപ്പിച്ച അപ്പം മുതൽ തന്നെ എൻ്റെ വയറിൽ കുരിശ് വരച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ നന്നായി ഒരുങ്ങിയിട്ടായിരുന്നു ഇതിലേക്ക് എൻ്റെ മോന് വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒത്തിരി സഹനങ്ങളുണ്ടെങ്കിലും ഈശോ ഒരു കൃപ തന്നിട്ടുണ്ട് സഹിക്കാനും. എല്ലാം ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നൊരു ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഈശോയ്ക്കും അമ്മ മാതാവിനും കൃപാസന അമ്മ മാതാവിനും ഒരുപാട് നന്ദി. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് നന്ദി. ദൈവത്തോടുള്ള ആഴമുള്ള സ്നേഹവും ഭക്തിയുമാണ് ദാവീദിൻ്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുമെന്ന്. നമുക്ക് ദൈവത്തോട് നന്ദി പറയുമ്പോൾ വെറും വാക്കല്ല, പൂർണ്ണമായ ആത്മാർത്ഥതയോടെയും ഹൃദയത്തോടെയുമാണ്. ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരാണ്. ഏത് സാഹചര്യത്തിലായാലും മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം, അവിടുത്തെ സ്തുതിക്കണം. അതിനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഡിംപിൾ സെബാസ്റ്റ്യൻ എന്ന മകളുടെ 3-ാമത്തെ സാക്ഷ്യമാണിത്. ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും, ഈശോയ്ക്കും അമ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും തികയില്ല എന്നാണ് ഈ മകൾ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഈശോയും അമ്മയും ഇടപെട്ട് ഓരോ കാര്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഇവിടെ കുടുംബ ജീവിതത്തിൽ ഈശോയും അമ്മയും ഇടപെട്ട് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഈ മകളുടെ സാക്ഷ്യം. ആദ്യം പീരിയഡ് ഇറഗുലർ ആയിരുന്നു, തൈറോയിഡ് ഉണ്ട്, PCOD ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ആയിരുന്നിട്ടും ഈ മക്കൾക്ക് ഒരു നല്ലൊരു കുഞ്ഞിനെ നൽകിയാണ് ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ്. 3-ാമത്തെ പ്രാവശ്യം, ഇതിനു മുൻപ് ഇവർ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ കുഞ്ഞിനുമായിട്ട് വന്നിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളിൽ കൂടി പ്രതിസന്ധികളിൽ കൂടെ പോയിരുന്നാലും കടന്നു പോയാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ട്. ഞങ്ങളെ കൈവിടാത്ത ഒരു ദൈവമാണ്, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൂടെയുള്ളതെന്നുള്ള ഉടമ്പടി വിശ്വാസത്തിലൂടെയാണ് ഈ മക്കൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ നൽകി ഇവരെ അനുഗ്രഹിക്കുകയും പറ്റില്ല എന്ന സ്ഥലത്ത് പല ഇഷ്യൂസ് ഉണ്ടായിട്ടും ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇവർക്കൊരു കുട്ടിയെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. ജോലിയിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. 1.5 വർഷത്തോളം കിട്ടാതെ ബിസിനസ്സിൽ കിടന്ന ഒരു വലിയൊരു എമൗണ്ടാണ് ഉടമ്പടി എടുത്ത് ഉടനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അതിലും ഇടപെട്ട് ഈ മക്കളുടെ കാര്യത്തിൽ എല്ലാം ഒരു സെറ്റിൽമെൻ്റ് ആക്കി കൊടുക്കുകയായിരുന്നു. ഓരോ മക്കളും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തിലുപരി വിശ്വസ്തതയാണ്, ആത്മാർത്ഥതയാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ മക്കളും നമ്മുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയ്ക്കും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ആ അനുഭവങ്ങളാണ് നമ്മൾ നന്ദിയായിട്ട് സാക്ഷ്യമായിട്ട് ഇവിടെ ഓരോരുത്തരും വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് വ്യക്തികൾക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ മുകളിൽ ദൈവത്തിൻ്റെ പ്രഥമ സ്ഥാനം നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തിലും ഈശോയുടെയും അമ്മയുടെയും ഇടപെടലും അനുഗ്രഹവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും മാനുഷികമായിട്ടുള്ള ഓരോ കാരണങ്ങൾ കാണാം ഉടമ്പടി ജീവിതം നയിക്കുവാൻ. പക്ഷെങ്കിൽ അതിലുപരി ഭൗതികമായ കാര്യങ്ങളിലുപരി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഈശോയും നമ്മളുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആ ബന്ധത്തിലൂടെ നമ്മുടെ ഹൃദയം നന്ദിയുടെ സാക്ഷ്യമായി നമ്മൾ മാറട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.